ഹലോ എവരിവൺ, ഇതെൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വെറും വയറ്റിൽ ഇതാ ഈ ഒരു ആയുർവേദിക് ഹെർബൽ ടീ പ്ലസ് ഇതിൻ്റെ കൂടെ കുറച്ച് കറുകപ്പട്ടേൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ രാവിലെ എന്നും വെറും വയറ്റിൽ കുടിക്കാറ്. കാരണം നമ്മളെന്നും രാവിലെ ഭയങ്കര ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും വെറും വയറ്റിൽ കഴിക്കണേക്കാളും പകരം ഇങ്ങനെ ചെറിയൊരു ഹെർബൽ ടീ ഒക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഗട്ടിനും ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇത് തന്നെയാണ്. പിന്നെ രാവിലെ തന്നെ നമ്മളത് കഴിഞ്ഞിട്ട് സൈക്കിൾ ചവിട്ടാൻ പോയി. അപ്പം ഞാൻ രാവിലെ രാത്രിയാണ് സൈക്കിൾ ചവിട്ടാൻ പോകാറ് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ ബ്രദറിൻ്റെ സൈക്കിളാണ്. അപ്പോൾ ആൾ ബാംഗ്ലൂർ പോയപ്പോൾ നമ്മളിത് ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എന്നും ഈ കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഏരിയയിലാണ് സൈക്കിൾ ഓട്ടാൻ പോവാറ്. ഇവിടുത്തെ രാവിലെ മോർണിംഗ് സീൻസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഭയങ്കര കളർഫുള്ളാണ്, ഫുൾ വെജിറ്റബിൾ സ്റ്റോൾസും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു ചേട്ടൻ്റെ ഈ ഒരു ജ്യൂസ് ഷോപ്പ് എന്നാണ് കേട്ടോ ഞാൻ എന്നും രാവിലെ ഇങ്ങനത്തെ സിട്രസ് ജ്യൂസ് കുടിക്കാറുണ്ട്. ഇത് ആക്ച്വലി സ്ക്യൂസ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഷുഗർ ഇല്ലാണ്ടാണ് രാവിലെ കുടിക്കാറ്. പിന്നെ ഷുഗർ ഇട്ട് കുടിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഇന്നലെ ഈ ഫോക്സ്റ്റൈൽ മില്ലറ്റിൻ്റെ വെർമിസെല്ലി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ഉപ്മാവാണ് ഞാൻ വിചാരിക്കുന്നത്, പക്ഷേ വെർമിസെല്ലി വെച്ചിട്ട് ഉപ്മാവ് പോലെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പരീക്ഷണമാണ്. എന്തായാലും നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ചെറിയൊരു വർക്കൗട്ടൊക്കെ ചെയ്തു. മിക്കവാറും ഇങ്ങനത്തെ ചെറിയ വർക്കൗട്ട്സൊക്കെ രാവിലെ ചെയ്യാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതാ ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഹരി ക്ലീൻ ചെയ്യും, ഹരി കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ കാരണം ആ ഒരു വോക്കം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാനായിട്ട്. പിന്നെ രാവിലത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും മിക്കവാറും ഞങ്ങൾ എന്താ പറയുക ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് എപ്പോഴും തരാറ്. പിന്നെ നമ്മുടെ ചെടികളുടെ വെള്ളമൊഴിക്കലും പരിപാടികളൊക്കെയാണ്. ആക്ച്വലി നമ്മൾ വന്ന സമയത്ത് ഈ ബാൽക്കണി ഭയങ്കര റോയായിരുന്നു കേട്ടോ, ഭയങ്കര ബ്ലാങ്കായിരുന്നു. പിന്നെ പയ്യാണ് നമ്മൾ ഈ ഒരു പച്ച കാർപ്പറ്റും പിന്നെ ഈ ചട്ടികളും തുളസിത്തറയൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാം പയ്യെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉള്ളാനും സത്യം പറയാൻ നല്ലൊരു എന്താ പറയുക ഒരു കാമിങ് പോസിറ്റീവ് എനർജിയാണ് ആക്ച്വലി ഫ്ലാറ്റിൻ്റെ അകത്ത് കേട്ടോ. പിന്നെ ഈ ഒരു ഗണപതിനെ കണ്ടോ, ഇത് ആക്ച്വലി ഞാൻ പകുതി വെച്ച് നിർത്തി വെച്ചേക്കാണ്. ഇനി ഇത് ഇന്ന് ഇന്നെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഇന്നത്തെ ടാസ്ക് കേട്ടോ. പിന്നെ നമ്മുടെ വെർമിസെല്ലി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കുഴഞ്ഞു പോയെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9 മണി 10 മണി ആവാറായി. ഇനി ഹരി ഓഫീസിലേക്കും ഞാൻ എൻ്റെ പണികളിലേക്കാണ് നേരെ തിരിയാൻ പോണേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹരി ഓഫീസിൽ പോവും. പിന്നെ എനിക്ക് പാക്കിംഗ് ഉണ്ടാവും, കുറേ പോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്യാനുണ്ടാവും. അങ്ങനെ ചെറിയ പണികളൊക്കെ ഉണ്ടാവും. അപ്പം അതിലേക്കാണ് ഇനിയുള്ള പോക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ. അപ്പോൾ ചെറിയൊരു മോർണിംഗ് റൂട്ടീനാണ്, പക്ഷേ ഈ ഒരു മോർണിംഗ് കാരണമാണ് ഞങ്ങളുടെ ഒരു ഹോൾ ഡേ എനർജി ഫുള്ള് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. താങ്ക് യു.